നമ്മൾ മിക്ക ആളുകൾക്കും ഉള്ളൊരു പ്രശ്നമാണ് അവസാനത്തെ അണപ്പല്ല്, അതായത് വിസ്ഡം ടീത്ത് മുളച്ച് വരുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ അതുണ്ടാക്കും. അതായത് ഈ പല്ലിന് പുറത്തേക്ക് വരാനുള്ള സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഈ പല്ല് വരുന്നത് കവളുടെ നേർക്ക് ചെരിഞ്ഞായിരിക്കും. ചില സമയങ്ങളിൽ ഈ പല്ല് തൊട്ട് മുന്നിൽ ഉള്ള പല്ലിന് നേർക്ക് ചെരിഞ്ഞായിരിക്കും വരിക. ചിലപ്പോൾ ഈ പല്ല് പുറത്തേക്ക് വരാതെ തന്നെ എല്ലിനകത്ത് കുടുങ്ങിക്കിടക്കുകയും ചെയ്യും. ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ പല്ലിന് ചുറ്റും ഉള്ള മോണയുടെ മുകളിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ ഇരുന്ന് ആ ഭാഗത്തുള്ള മോണയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് വായ തുറക്കാൻ പറ്റാതിരിക്കുക, ആ ഭാഗത്ത് നീര്, ഭക്ഷണം ഇറക്കാൻ പറ്റാതെ, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഈ ഒരു സാഹചര്യം കൊണ്ട് ഉണ്ടാവും. ഇനി എന്താണ് ഇതിന് പോം വഴി? അതിന് മുന്നേ വേറൊരു കാര്യം പറയണം. ഇത് സാധാരണയായി കണ്ടുവരുന്നൊരു പ്രായം എന്ന് പറയുന്നത് 18 to 26, 27 ഉള്ളിലാണ്. ഇതിന് പറയുന്നൊരു അവസ്ഥയാണ് പെരികൊറോണൈറ്റിസ്. ഇനി എന്താണ് ഇതിന് പരിഹാരം? കുറേ ആളുകളിൽ ആ പല്ല് മുളച്ച് പുറത്തേക്ക് വന്നാൽ ആ പ്രോബ്ലം തനിയെ സോൾവ് ആവും. പക്ഷേ ബാക്കി കുറച്ച് ആളുകളുടെ പ്രശ്നം മാറില്ല. അങ്ങനെ എങ്കിൽ 2 ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ആ പല്ലിന് ചുറ്റും ഉള്ള മോണയെ ഒന്ന് റിമൂവ് ചെയ്ത് ആ പല്ലിനെ എക്സ്പോസ് ചെയ്യിപ്പിക്കലാണ്. അതിന് ഓപ്പർക്കുലക്ടമി എന്ന് പറയും. പക്ഷേ അത് ചെയ്തിട്ടും കുറവില്ല, അല്ലെങ്കിൽ പല്ലിന് വേദന വന്ന് തുടങ്ങുകയാണെങ്കിൽ ഒരേ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനേ ഉള്ളൂ, അതായത് ആ പല്ല് അവിടെ നിന്ന് എടുത്ത് മാറ്റുക. ഇങ്ങനെ എടുത്ത് മാറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവും. താങ്ക്